വേദിയിലിരിക്കുന്ന ബഹുമാനനായ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല സാർ, ബഹുമാനിയായ ഡെപ്യൂട്ടി സ്പീക്കർ, വേദിയിലിരിക്കുന്ന മറ്റ് ജനപ്രതിനിധികളെ, പോലീസ് മേധാവികളെ, നഗരസഭ മേധാവികൾ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകൾ വരികയാണ്. ഈ ഒരു ഓഡിറ്റോറിയത്തിൽ, ലിയോചേട്ടൻ്റെ ഈ ഓഡിറ്റോറിയത്തിൽ കയറുമ്പോൾ ഞാൻ ആദ്യം നോക്കിയത് ഇതിൻ്റെ മേൽക്കൂരയിലേക്കാണ്. ഞാനിവിടെ പഠിച്ചിരുന്ന സമയത്ത് ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടായിരുന്നു. ക്ലാസ് റൂമുകൾ പഴയ ബോർഡുകൾ വെച്ച് സെപ്പറേഷനൊക്കെ ചെയ്തിട്ട് അങ്ങനെ പല ക്ലാസ്സുകൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അന്ന് 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും ലിയോചേട്ടൻ്റെ ഈ സ്കൂളിൽ വെച്ചാണ് പഠിച്ചത്. 5ാം ക്ലാസ് അപ്പുറത്ത് ലിയോചേട്ടൻ്റെ പ്രിപ്പറേറ്ററിയിൽ. അപ്പോൾ ഞാൻ ആദ്യം ഈ ഓഡിറ്റോറിയത്തിൽ കയറി വന്നപ്പം മേൽക്കൂരയിലേക്ക് നോക്കാൻ കാരണം, അന്ന് ഇതേപോലെ ഫോൾ സീലിംഗ് ഇല്ല, കുറച്ചും കൂടെ ഉയരമുള്ള മേൽക്കൂരയിൽ തുണി കൊണ്ടിട്ടുള്ള ഒരു കവർ ഉണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് തുണി കൊണ്ടിട്ടുള്ള. അപ്പം അന്ന് ഞങ്ങൾ റോക്കറ്റ് ഉണ്ടാക്കി നേരെ അങ്ങോട്ട് വിടുകയായിരുന്നു. എന്നിട്ട് അവിടെ ഇങ്ങനെ തറച്ച് നിൽക്കും. എനിക്കൊന്ന് നമ്മുടെ ഇപ്പോഴത്തെ മുനിസിപ്പൽ കൗൺസിൽ നൗഫലിനൊക്കെ അറിയാമെന്ന് തോന്നുന്നു. പുള്ളിയൊക്കെ അങ്ങനെ റോക്കറ്റുകളൊക്കെ വിട്ട് തറച്ച് നിർത്തി അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഇവിടുത്തെ മതിൽ വലിയ മതിലാണ്. ആ മതിലുകളിൽ കംപ്ലീറ്റ് ക്രിക്കറ്റിൻ്റെ സ്റ്റമ്പുകൾ ഇങ്ങനെ വരച്ച് വെച്ചിട്ട് ഒരു 10-20 ടീമുകൾ ക്രിക്കറ്റ് കളി കളിക്കുന്നു. ബോൾ അപ്പുറത്ത് പോകുമ്പോൾ അമ്മാമ്മയുടെ വീടെന്ന് പറഞ്ഞാൽ അമ്മാമ്മയെന്ന് നമ്മൾ വിളിക്കുമ്പോൾ അപ്പുറത്ത് ബോൾ തിരിച്ചെറിഞ്ഞ് വരും. അങ്ങനെയുള്ള ഒരുപാട് നല്ല നിമിഷങ്ങൾ, ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഇപ്പോഴും ജീവിതത്തിൽ അവർ കൂടെ ഉണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ അതേ കലാലയത്തിൽ തിരിച്ചു വരുമ്പോൾ അത് ഈ കലാലയത്തിൻ്റെ, ഈ സ്കൂളിൻ്റെ മാത്രം ഒരു ചടങ്ങായി ചുരുങ്ങുക എന്നതിനപ്പുറം നമ്മുടെ യുവതലമുറയെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ രാഷ്ട്രത്തെ, നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന ഒരു വലിയ വിപത്തിനെതിരായിട്ടുള്ള ഒരു തുടക്കത്തിന്, അല്ലെങ്കിൽ ആ തുടർച്ചയ്ക്ക് അതിൻ്റെ ഭാഗമായി മാറുവാനായിട്ടുള്ള ഒരു വേദിയിലാണ് വന്ന് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ, ഒരു ആലപ്പുഴക്കാരൻ എന്നുള്ള നിലയിൽ, ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ, അതിനപ്പുറം ഭാരതത്തിലൊരു പൗരൻ എന്നുള്ള നിലയിൽ ഏറ്റവും അഭിമാനം തരുന്നൊരു നിമിഷമാണ്. അതുകൊണ്ട് തന്നെ തൂഫാൻ വാരിയറായിട്ട് ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഈ ഒരു അഭിമാന നിമിഷത്തിൽ അത് ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നു. നമുക്കറിയാം, നമ്മുടെ കുട്ടികളെയാണ് ഏറ്റവും പെട്ടെന്ന്, ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഏത് രീതിയിൽ അവരെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് വളരെ എളുപ്പമാണ്. ഇതാണ് ശരി, ഇതാണ് നല്ലത്, ഇതാണ് തെറ്റ്, ഈ വഴിയിലൂടെയാണ് പോകേണ്ടത്, നിങ്ങളിതാണ് ആവേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ലോകത്തെപ്പറ്റി അറിയാത്തതുകൊണ്ട്, ലോക പരിചയമില്ലാത്തതുകൊണ്ട് അവരത് അതേപോലെ വിശ്വസിക്കും. നമ്മുടെ സ്കൂൾ പാഠ്യപദ്ധതികളിൽ ശാസ്ത്രം, കല, സാഹിത്യം, ചരിത്രം ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു തോന്നൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ലഹരി ഉപയോഗത്തിൻ്റെ വിപത്തുകളും കൂടെ അത് എത്രത്തോളം നമ്മളെ ഏതെല്ലാം രീതിയിൽ ബാധിക്കും എന്നുള്ളതും കൂടെ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതായിരിക്കും അവരെ അതിൽ നിന്നും മാറ്റുവാനായിട്ട്, ലഹരി ഉപയോഗത്തിൽ നിന്നും, മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്നും, അതിൻ്റെ ഉപയോഗം മാത്രമല്ല അതിന് ഏത് രീതിയിലാണെങ്കിലും അതുമായിട്ട് അവർ ബന്ധപ്പെടാതിരിക്കാനായിട്ടുള്ള ഏറ്റവും ആത്യന്തികമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഏതെങ്കിലും രീതിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ നമ്മുടെ കുഞ്ഞുകുട്ടികളെ ഈ മഹാവിപത്തിൽ നിന്നും, അത് അവരെ ഏതെല്ലാം രീതിയിൽ ബാധിക്കുമെന്നും അവർക്കറിയില്ല, ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സാമൂഹികപരമായും അവരേതെല്ലാം രീതിയിൽ അഫക്റ്റ് ചെയ്യുമെന്നുള്ളത് വളരെ വ്യക്തതയോടുകൂടി ആ കുഞ്ഞുനാളിലെ അവരെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ തൂഫാൻ എന്നുള്ളത്
ഈ ജാഗ്രത എന്നുള്ളത് അത് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് തുടങ്ങി അത് ഏറ്റവും നല്ലൊരു വലിയ വിജയമാക്കി മാറ്റാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനും ഒരു തുടക്കമാവട്ടെ ഈ ഒരു മൂവ്മെൻറ്റ്, ഈ ഒരു നീക്കം. അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചാൽ ഒരിക്കൽ കൂടി ഇതിൻ്റെ മുന്നിലും പിന്നിലും കൂടെയും നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല സാറിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. ഈ ഒരു വലിയ മനസ്സിനും ഈ ഒരു വലിയ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള മുന്നേറ്റത്തിനും നമ്മുടെ എല്ലാവരുടെയും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവും കാണും. ഇത് നമ്മുടെ ഭാവി തലമുറയെ പ്രത്യേകിച്ചും ബാധിക്കുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ തൂഫാൻ ജാഗരൺ ആലപ്പുഴയുടെ ഈ ഒരു വേദിയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരോടും ഒപ്പം ഞാനും ഒരു തൂഫാൻ വാരിയറായിട്ട് നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ കൂടെ എന്നും ഒപ്പമുണ്ടാവും. ഈ അവസരം